ജീവിതത്തിൽ മരുഭൂമി അനുവദിച്ചു എന്ന് വരാം. And sometimes the Lord may permit wilderness in our life. നാം എല്ലായ്പ്പോഴും താഴ്വരകളും കുളിർമയുള്ള സ്ഥലങ്ങളുമാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. Because we always look for valleys and places where there are waters. എന്നാൽ ചിലപ്പോഴെല്ലാം ദൈവം നമ്മെ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ നടത്താറുണ്ട്. But certain times the Lord may lead us through the wilderness. പലപ്പോഴും അതിന്റെ ആഴം ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കുന്നു, ദൈവം എന്തിനാണ് എന്നെ ഈ മരുഭൂമിയിൽ നടത്തുന്നത്? And sometimes when we go through it without understanding the depth of it, we may ask, why is the Lord leading me through this way? മരുഭൂമിയിൽ വളരെ ദുരിതങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. Because there are many strange experiences in the wilderness. മരുഭൂമിയിൽ പലപ്പോഴും ദാഹജലം ലഭിക്കാത്ത അനുഭവങ്ങളുണ്ട്. There are experiences where you won't get water for drinking. മരുഭൂമിയിൽ ഒരു തണലോ ആശ്രയങ്ങളോ ഒന്നുമില്ലാത്ത അനുഭവം ഉണ്ടാകാറുണ്ട്. There are situations where you do not have a shade or a place for rest. കർത്താവേ എന്നെ മരുഭൂമിയിൽ നടത്തുന്നു എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉദിച്ചുയരാറുണ്ട്. Many a time the question would arise in our mind, why the Lord is leading me through this wilderness? ദൈവപദ്ധതിയുടെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതിനാണ് ദൈവം നമ്മെ മരുഭൂമിയിൽ കൂടെ നടത്തുന്നത്. The Lord is leading us through the wilderness that we may go to the depth of the plans concerning by God. നിത്യതയിലേക്കുള്ള ജീവിതയാത്രയും ഒരു ആത്മീയ മരുഭൂമിയിൽ കൂടെയാണ്. Even our life to our eternal abode is through a spiritual wilderness. എന്തിനെ നമ്മെ മരുഭൂമിയിൽ നടത്തുന്നു എന്ന് ചോദിച്ചാൽ, if you ask why are we led through the wilderness, പലപ്പോഴും മരുഭൂമിയിലാണ് നാം ദൈവത്തിന്റെ കരുതലുകളെ കാണുന്നത്. because in the wilderness it is where we see the care of the Lord. പൂർവ്വപിതാവായ എബ്രഹാമിന്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ, when we look into the historical background of forefather Abraham, അബ്രഹാം കൽദയർ പട്ടണം വിട്ട് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തു വരുമ്പോൾ, when Abraham was proceeding from the town of the Chaldeans and going to Canaan, യാത്രമധ്യേ ഒരു സന്തതി ജനിച്ചു. അവന്റെ പേര് ഇസ്മായിൽ എന്നായിരുന്നു. in his journey he begat a son and this was called Ismail. അത് തന്റെ ഭാര്യയായ സാറായിൽ നിന്ന് ജനിച്ച സന്തതിയായിരുന്നില്ല. but it was not begotten from his wife Sarah. മിസ്രൈം ദേശത്ത് നിന്ന് സാറായിക്ക് ദാസിയായി ലഭിച്ച ഹാഗാറിൽ നിന്ന് ജനിച്ച സന്തതിയായിരുന്നു. but this descendant was from Hagar, a servant, a bondswoman for Sarah. പിന്നെ ആ കുടുംബത്തിലുണ്ടായ ചില കലഹങ്ങളെ ചൊല്ലി, and later because of the quarrels in the family, ആ മിസ്രൈമി ദാസിയെയും അവളുടെ സന്തതിയെയും പുറത്താക്കി കളയുന്ന ഒരു രംഗം നമുക്ക് കാണാം. we can see that Hagar the servant was cast off and her son too. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൽ വരുമ്പോൾ, when we come to the book of Genesis chapter 21, ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണാൻ കഴിയും. we can see the historical background there. ഹാഗാർ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന ഒരു രംഗം. we can see Hagar ailing in the wilderness. അവളുടെ യജമാനനായ അബ്രഹാം അവൾക്ക് ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പവും കൊടുത്തിരുന്നു. because her honor Abraham gave her a pitcher of water and some bread. അവൾ അവളുടെ കുഞ്ഞായ ഇസ്മായിലിനെ എടുത്ത് മരുഭൂമിയിലേക്ക് പോയി. and she went off to the wilderness with her son അവൾ കരുതി Ismail. വെച്ചിരുന്ന അപ്പവും വെള്ളവും തീർന്നുപോയി. the bread and the water which they kept had അവൾ finished. ഏറ്റവും വ്യാകുലപ്പെടുന്ന ഒരു രംഗം നമുക്ക് കാണാം. we can see that she was troubled and ailing അവൾ much. ആശ്രയിച്ച കൊമ്പുകളൊക്കെ ഒടിഞ്ഞുപോയി. all the branches where she abided got broken. അവൾ അഭയം തേടിയ വാതിലുകളെല്ലാം അടഞ്ഞുപോയി. all the doors which she abided got shut. അവൾ മരുഭൂമിയിൽ കരയുകയാണ്. she is ailing in the wilderness. അധികം വൈകും മുമ്പ് അവളുടെ കുഞ്ഞ് ദാഹം കൊണ്ട് മരിക്കും. without much delay her child would die of ഉൽപ്പത്തി thirst. പുസ്തകം 21:15 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read Genesis 21 verse 15 onwards, അവിടെ ഹാഗാറിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുകളെ നമുക്ക് കാണാം. we can see the caring of the Lord for Hagar. ദൈവം ഹാഗാറിനെ വിളിക്കുന്നു. the Lord calls Hagar. ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിന്റെ കണ്ണുകളെ തുറക്കുന്നു. the angel of the Lord opens the eyes of അവൾ Hagar. മരുഭൂമിയിൽ ഒരു ഉറവ കണ്ടെത്തുന്നു. she sees a spring in the wilderness. മരുഭൂമിയിലാണ് ദൈവത്തിന്റെ കരുതലുകളെ അവൾ കണ്ടത്. it was in the wilderness she saw the caring of the Lord. പലപ്പോഴും നാം മനുഷ്യനെ ആശ്രയിക്കാറുണ്ട്. many a time we dwell upon man, ആ മനുഷ്യൻ തങ്ങളാലാവോളം നമ്മളെ സഹായിക്കാറുണ്ട്. and man would help us according to his അത് pressure. അബ്രഹാം കൊടുത്തതുപോലെ അല്പം അപ്പവും അല്പം ഒരു തുരുത്തി വെള്ളവുമായിരിക്കാം. it could be like Abraham who gave one bottle of water and a little പക്ഷേ bread. ദൈവത്തിന്റെ കരുതലുകൾ അങ്ങനെയല്ല. but that's not how the Lord cares. വായിക്കുന്നത് ഇങ്ങനെയാണ്. that's how we read. അവൾ തലപൊക്കി നോക്കിയപ്പോൾ when she lifted up her ഒരു head, ഉറവ കാണുകയാണ്. she saw a spring. ദൈവദൂതൻ അവളെ ഹാഗാറേ എന്ന് വിളിച്ചു. and the angel of the Lord called her Hagar. ഹാഗാർ മരുഭൂമിയിലാണ് ദൈവത്തിന്റെ കരുതലുകളെ കണ്ടത്. Hagar saw the caring of the Lord in the wilderness. 21 അധ്യായത്തിന്റെ 19 വാക്യം വായിച്ച്, chapter 21 verse 19 shall we read.
ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the name of the Lord. ഹാഗാറിന്റെ കണ്ണുകളെ ദൈവം തുറന്നു. The Lord opened the eyes of Hagar. അവൾ മരുഭൂമിയിൽ ഒരു ഉറവ കണ്ടു. She saw a well of water. പ്രിയ ദൈവ പൈതലേ, Dear child of God, എന്തിനാണ് ദൈവം നിന്നെ മരുഭൂമിയിൽ നടത്തുന്നത്? why is the Lord leading you through the wilderness? പലപ്പോഴും ആശ്രയമറ്റ മരുഭൂമിയിൽ കൂടെ ദൈവം എന്തിനാണ് നിന്നെ നടത്തുന്നത്? Why are you being sent alone in this wilderness? ദൈവത്തിന്റെ കരുതലുകൾ നിന്റെ ജീവിതത്തിൽ കാണാനാണ്. It is to see the care of the Lord. ദൈവത്തിന്റെ കരുതലുകൾ നിന്റെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുന്നതിനു വേണ്ടിയാണ്. It is for you to experience the caring of the Lord in your life. ഹാഗാറിനെ വിളിച്ചു. The Lord called Hagar. ദൈവത്തിന്റെ ദൂതൻ അവളുടെ കണ്ണുകളെ തുറന്നു. Angel of the Lord opened her അവൾ eyes. ഒരു ഉറവ കണ്ടു. She saw a well. അവൾ തുരുത്തിയിൽ വെള്ളമെടുത്തു. She filled the bottle അവൾ ബാലനെ കുളിപ്പിച്ചു. and gave the lad to drink. അവനൊരു വലിയ ജാതിയായി തീർന്നു. They became a great nation. എന്തുകൊണ്ട് ദൈവം എന്നെ മരുഭൂമിയിൽ നടത്തുന്നു എന്ന് ചോദിച്ചാൽ, If you ask why is the Lord leading me through the wilderness, ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തോട് കരയുവാനും നിന്നെ പഠിപ്പിക്കാനാണ്. it is for you to trust and cry unto the Lord. മരുഭൂമിയിലാണ് നീ ദൈവത്തിന്റെ കരുതലുകളെ കാണുന്നത്. In the wilderness you see the care of the Lord. മറ്റൊരു സംഭവം നമുക്ക് തിരുവെഴുത്തിൽ കാണാം. Again we can see another incident. ഇത് പ്രവാചകനായ ഏലിയാവിന്റെ ചരിത്രത്തിലാണ്. It was in the history of the prophet Elijah. ഏലിയാവിന്റെ ജീവിത കാലഘട്ടം ഇസ്രായേലിന്റെ ഏറ്റവും ആത്മീക അരാജകത്വം പിടിച്ച കാലമായിരുന്നു. Because the times of Elijah was the most spiritual poverty in Israel. അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്ന ആഹാബ് എന്നൊരു ദുഷ്ടരാജാവാണ്. Because King Ahab was ruling upon Israel അവന്റെ then. ഭാര്യ ഇസബേൽ സീദോനിയ രാജകുമാരിയായിരുന്നു. And Jezebel was a queen from Sidon. ഇസ്രായേലിന്റെ ഏറ്റവും ആത്മീയമായി തകർന്നുടഞ്ഞ നാളുകളാണ്. Those were the days of utter destruction in Israel. അക്കാലത്താണ് ഏലിയാവ് എഴുന്നേറ്റു വരുന്നത്. And then rose up Elijah. ഏലിയാവ് ഒരു വലിയ പ്രവാചകനായിരുന്നു. And Elijah was a great prophet. ഇസ്രായേലിന്റെ അകൃത്യങ്ങളെ കരുണകൂടാതെ തർജ്ജനം ചെയ്ത് ശാസിച്ച ഒരു പ്രവാചകൻ. Without any manner of kindness, he would chastise them. വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് Biblical scholars say, അദ്ദേഹം ഇസ്മായിലിയ വംശത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ്. they say that he was the descendant of Ismail. താൻ ചുരുങ്ങിയ നാളുകൾ മാത്രമേ ശുശ്രൂഷ ചെയ്തിരുന്നുള്ളൂ. He only ministered for a few years. തന്നെ കുറിച്ച് കൂടുതലായി ബൈബിൾ പറയുന്നില്ല. Not much is mentioned about him. തന്റെ ശുശ്രൂഷ കാലത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടായി. There were certain problems in his ഒരു ministry. നാൾ രാജാവും രാജ്ഞിയും അവന് ശത്രുവായി. Once upon a time, the king and the queen was അവൻ against ഏറ്റവും him. വ്യാകുലപ്പെടുന്ന നാളുകൾ ഉണ്ടായി. There were days where he was troubled much. അവൻ ജീവരക്ഷാർത്ഥം എഴുന്നേറ്റ് ഓടിപ്പോയി. And for the sake of his life, he ran നാളെ away. ഈ നേരത്ത് നിന്നെ കൊല്ലുമെന്നാണ് ഇസബേൽ ഇപ്പോൾ ഏലിയാവിനോട് പറയുന്നത്. Jezebel said unto him that tomorrow this time you're going to be slain. ഏലിയാവ് ഏറ്റവും വ്യാകുലനായി പോയി. Elijah was very troubled. ഏലിയാവ് അവിടെ നിന്ന് എഴുന്നേറ്റ് He stood up ബേർശേബ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. and ran to the wilderness of Beersheba അവൻ ഒരു ചൂരച്ചെടിയുടെ കീഴിൽ കയറി. and went under a juniper tree, അവൻ മരിപ്പാൻ ഇച്ഛിച്ചു. and he decided to die. അവൻ വളരെ തളർന്നിരുന്നു. And he was very weak, അവന്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു. and all his hope was destroyed. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യം അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. A question kept lingering him, why is this happening to അവൻ me? വളരെ ക്ഷീണിതനായിരുന്നു. He was very അവൻ tired, ക്ഷീണത്തോടെ ഉറങ്ങി. and with tiredness he slept. മരണനാളുകളെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. He was expecting the days of death. അവൻ മരിപ്പാൻ ഇച്ഛിച്ചിരുന്നു. He desired death, എന്നാൽ അവൻ മരുഭൂമിയിൽ ഒരു അത്ഭുതം കണ്ടു. but he saw a miracle in the അവൻ wilderness. ഉറങ്ങിക്കിടക്കുമ്പോൾ And when he was sleeping, ഒരു ദൂതൻ വന്നവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. an angel came and woke him up. ഏലിയാവേ എഴുന്നേൽക്കുക എഴുന്നേൽക്കുക എന്ന് പറയും. He said, Elijah, arise, arise. അവൻ ഏലിയാവിന് അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്തു. And he was fed with bread and a pitcher of water. അവൻ അത് കുടിച്ച് And he drank, അത് ഭക്ഷിച്ച് he ate, അവൻ ബലവാനായി he became strong, ഹോരേബിലേക്ക് ഓടിപ്പോയി. ran to Horeb. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 4 വാക്യം വായിക്കുമ്പോൾ When we come to the first book of Kings chapter 19 and verse 4, നമുക്കത് കാണാൻ കഴിയും. we can see that over there. വായിച്ച താനും മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണൽ
തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ. അവൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. So he ran to the wilderness അവൻ മരിപ്പാൻ ഇച്ഛിച്ചു. and he decided to die. പ്രതീക്ഷകളെല്ലാം നശിച്ചു പോയിരുന്നു. All hope had been destroyed by them. പക്ഷേ ദൈവദൂതൻ അവനെ ബലപ്പെടുത്തി. But the angel of the Lord അവൻ strengthened him. മരുഭൂമിയിലാണ് ദൈവത്തിന്റെ കരുതലുകളെ കണ്ടത്. He saw the caring of the Lord in the wilderness. പ്രിയ ദൈവവൈതലേ, Dear child of God, ദൈവം എന്തിനാണ് നിന്നെ മരുഭൂമിയിൽ നടത്തുന്നത്? why is the Lord leading you in the wilderness? ദൈവത്തിന്റെ കരുതലുകളെ കാണാനാണ്. In order to see the caring of നീ the Lord. അനാഥപ്പെട്ടു പോകുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. The Lord is not willing you to let comfort പക്ഷേ us. നീ ഹാഗാറിനെ പോലെ എല്ലാവരാലും തള്ളപ്പെട്ടവരായിരിക്കാം. Maybe you are like Hagar, despised by നീ everybody. അഭയം തേടിയവരെല്ലാം നിന്നെ ആട്ടി പുറത്താക്കിയേക്കാം. Maybe those whom you abided, they all have cast you നീ out. ഏലിയാവിനെ പോലെ തികച്ചും നിരാശനായിരിക്കാം. Maybe you are completely in sorrow like ജീവിതം Elijah. അടുത്ത് മതിയോ ഹോവേ മതി എന്ന് നീ പറയുന്നുണ്ടായിരിക്കാം. Maybe you are saying, "Oh Lord, it is enough for ഈ me." ഒരു വലിയ സത്യം അറിഞ്ഞുകൊള്ളുവീൻ. Understand a great truth. ദൈവമാണ് നിന്നെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. It is the Lord who brought you to the wilderness. ഈ മരുഭൂമിയിലാണ് നീ ദൈവത്തിന്റെ കരുതലുകളെ കാണുന്നത്. And it is in this wilderness you see the caring of the Lord. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവമല്ലേ നിന്നെ നടത്തിയത്? Wasn't it the Lord who led you in the former കഴിഞ്ഞ days? കാലങ്ങളിൽ ദൈവമല്ലേ നിന്നെ പോറ്റി പുലർത്തിയത്? Wasn't it the Lord that who fed you in the former നീ days? ഇത്രത്തോളം ഓടിയെത്തിയതല്ല, It is not you ran this much. ദൈവം നിന്നെ കൊണ്ട് എത്തിച്ചതാണ്. The Lord led you this far. നീ ഇത്രയും കാലം നിന്നതല്ല, It is not that you stood this far. ദൈവം നിന്റെ കൃപയിൽ നിന്നെ നിർത്തിയതാണ്. It is by His grace that He made you to stand. ആകയാൽ മരുഭൂമി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. Therefore, wilderness is a part of your life. ഈ മരുഭൂമിയിലേക്ക് ദൈവമാണ് നമ്മെ കൊണ്ടുവരുന്നത്. And it is the Lord who brings us to this wilderness. മരുഭൂമിയിൽ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വേണം നാം യാത്ര ചെയ്യാൻ. And when we are journeying in this wilderness, we have to lean on our beloved. ഈ മരുഭൂമിയിലാണ് നാം ദൈവത്തിന്റെ കരങ്ങളെ കണ്ടത്. In this wilderness, we see the hand of the Lord. വീണ്ടും നാം തിരുവഴുത്തിലേക്ക് വരുമ്പോൾ Again, when we come to the scriptures, ഈ മരുഭൂമി എന്നുള്ളത് in this wilderness, നമ്മുടെ പോരാട്ടത്തിന്റെ സ്ഥലമാണ്. it is a place of battle. പരീക്ഷയുടെ സ്ഥലമാണ്. It is a place of trial. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്നു. Jesus Christ came into this world. താൻ 30 വയസ്സുവരെ ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിച്ചു. He lived under the law for 30 years. തന്റെ 30-ാമത്തെ വയസ്സിൽ At the age of 30, തനിക്ക് മുന്നോടിയായി വന്ന യോഹന്നാന്റെ കൈക്കീഴിൽ താൻ ജോർദാനിൽ സ്നാനമേറ്റു. he took baptism in the river Jordan by the hands of John the Baptist. സ്നാനമേറ്റ് കരയിൽ കയറുമ്പോൾ And when he came to the shore, പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവന്റെ മേൽ പറന്നിറങ്ങി വന്നു. the Holy Spirit came unto him like a dove. അടുത്തതായി നാം ഇങ്ങനെ വായിക്കുന്നു, Nextly we do read, ആത്മാവ് അവനെ പരീക്ഷിപ്പാൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. the Spirit led him to the wilderness to be tempted. മറ്റൊരു സുവിശേഷകൻ എഴുതിയിരിക്കുന്നു, Another gospel writer has ആത്മാവ് written, അവനെ പരീക്ഷിപ്പാൻ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. the Spirit took him to the wilderness to be അവൻ tempted. 40 രാവും 40 പകലും കാട്ടുമൃഗങ്ങളോടുകൂടെയായിരുന്നു. And for 40 days and 40 nights he was with the wild മരുഭൂമി beasts. ഒരു പോരാട്ടത്തിന്റെ സ്ഥലമാണ്. That means wilderness is a place of trial. മരുഭൂമി ഒരു പരീക്ഷയുടെ സ്ഥലമാണ്. Wilderness is a place of temptation. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the man who endures temptation. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ Coming to the gospel written by St. Matthew chapter 4 verse 1. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. The Spirit led him to the wilderness. 4-ന്റെ 1 തുടങ്ങി വായിച്ചാൽ Shall we read from the beginning? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. Jesus was led by the Spirit to the സാത്താനാൽ wilderness. പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. Spirit led him to the wilderness to be tempted by the devil. മരുഭൂമി ഒരു പരീക്ഷാ സ്ഥലമാണ്. That means wilderness is a trial. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ വരുമ്പോൾ When we come to the gospel of Mark chapter 1 verse 13, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, there it is written likewise, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. and the Spirit took him to the wilderness. അവൻ 40 രാവും 40 പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. For 40 days and 40 nights he prayed, കാട്ടുമൃഗങ്ങൾ അവന് ചുറ്റുമുണ്ടായിരുന്നു. and the wild beasts were compassing ആ him. വാക്കുകളൊന്ന് വായിച്ചാൽ Shall we read those verses? അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. മരുഭൂമി ഒരു പോരാട്ടത്തിന്റെ സ്ഥലമാണ്. A place of battle is മരുഭൂമി wilderness. ഒരു പരീക്ഷയുടെ സ്ഥലമാണ്. A place of trials and temptations. ചിലപ്പോഴെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷകൾ അനുവദിച്ചെന്ന് വരാം. Certain times the Lord may let us to go through this temptation. ചിലപ്പോഴെല്ലാം നാം ഈ കാട്ടുമൃഗങ്ങളോട് പോരാടുന്ന അനുഭവം ഉണ്ടായേക്കാം. Maybe there is a situation that you have to fight against the wild beasts. യഹോവ കൽപ്പിച്ച് രാത്രി ഉണ്ടായി. The Lord commanded and it was night. അപ്പോൾ കാട്ടുമൃഗങ്ങൾ ആഹാരത്തിനായി ഇറങ്ങി. And the wild beasts came out for food. ഓർമ്മയിൽ വെക്കൂ, Keep it in your mind. അടുത്ത വാക്കെന്താണ് എഴുതിയിരിക്കുന്നത്? What is the next word written? ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. The angels of the Lord ministered unto അവൻ him. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. He was tempted by devil. കാട്ടുമൃഗങ്ങൾ അവന് ചുറ്റുമുണ്ടായിരുന്നു. Wild beasts were rounding him. പക്ഷേ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. But the angels ministered പ്രിയ him. ദൈവ പൈതലേ, Dear child of God, നിന്റെ ജീവിതയാത്രയുടെ ഒരു ഭാഗമാണ് ഈ മരുഭൂമി. wilderness is a part of your life. ചിലപ്പോൾ നീ മരുഭൂമിയിൽ കൂടെ പോകേണ്ടി വരും. Maybe you will have to go through that ഈ wilderness. മരുഭൂമിയിലാണ് ദൈവത്തിന്റെ കരുതലുകളെ നീ കാണാൻ പോകുന്നത്. Because it is in this wilderness you are going to see the caring of the ഈ Lord. മരുഭൂമിയിൽ ദൈവത്തിന്റെ ദൂതൻ നിന്നെ സംരക്ഷിക്കും. In this wilderness the angel of the Lord will ഈ minister മരുഭൂമി you. ഒരു പരീക്ഷാ ഇടമാണ്. This wilderness is a trial area. അവിടെ കാട്ടുമൃഗങ്ങൾ ചുറ്റുമുണ്ട്. Wild beasts would be surrounding you. പക്ഷേ ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. But the angels would be ministering them. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ദൈവം ഇങ്ങനെയുള്ള മരുഭൂമി അനുവദിച്ചെന്ന് വരാം. So it might be that the Lord led you through such a പരീക്ഷയുടെ wilderness. കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. There could be times of trials in your life. നിന്റെ പരീക്ഷകാലത്തൊക്കെയും ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. But it is the promise of the Lord that I shall be with you in all the times of trial. ജീവിതത്തിലെ കാട്ടുമൃഗങ്ങളോടൊരു പോരാട്ടമുണ്ട്. In your spiritual life there is a battle with the wild beasts. അവിടെയെല്ലാം ദൈവദൂതന്മാർ നമ്മെ സംരക്ഷിച്ചുകൊള്ളും. And in all those places the angels will minister ഇനി you. മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് വരുമ്പോൾ When we come to another portion, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ in Gospel according to Luke chapter 3 verse അവിടെ 2, യോഹന്നാൻ സ്നാപകന്റെ ചരിത്ര പശ്ചാത്തലം കാണാം. we can see the historical background of John the യോഹന്നാൻ Baptist. സ്നാപകൻ ഭൂമിയിൽ യാദൃശ്യമായി ജനിച്ചതല്ല. It was not a coincidence that John the Baptist came in this യോഹന്നാൻ world. ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. Years before his birth, the prophets had prophesied. വഴിയൊരുക്കുവാൻ ഒരുവനെ അയക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. Isaiah the prophet said that one should be sent to clear the way. മറ്റൊരു പ്രവാചകൻ പറഞ്ഞു, നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. And there's another prophet said that the Son of Righteousness shall come with the wings of അവന് healing. മുൻപായി ഞാൻ ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ഒരുവനെ അയക്കും. And before that I shall send a man with the spirit of Elijah. അങ്ങനെ ഇദ്ദേഹം ദൈവിക പദ്ധതി പ്രകാരം ഭൂമിയിൽ വന്നതാണ്. So according to the plan of the Lord came John the Baptist. ലേവ്യ വംശത്തിൽ ജനിച്ചവനായിരുന്നു. He was born in the tribe of Levi. യേശുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി വന്നതാണ്. He came to pave the way for Jesus. പക്ഷേ ഈ യോഹന്നാന് മരുഭൂമിയിൽ വെച്ചാണ് വെളിപ്പാടുണ്ടായത്. But it was in the wilderness that he got the revelation. താനൊരു വലിയ ദൗത്യവുമായിട്ടാണ് ഭൂമിയിൽ വന്നത്. He came into this world with a great mission. എന്നാൽ ആ ദൗത്യം തികയ്ക്കണമെങ്കിൽ, But for that mission to be accomplished, തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ, to fulfill what has been entitled for him, കർത്താവിന് വഴി ഒരുക്കണമെങ്കിൽ in order to pave the way for Jesus, തനിക്ക് വെളിപ്പാട് ആവശ്യമായിരുന്നു. he needed revelation. അതെവിടെയാ ലഭിച്ചത്? Where did he receive it? അവന് മരുഭൂമിയിൽ വെച്ച് വെളിപ്പാടുണ്ടായി. He received the revelation of the wilderness. സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ, Gospel according to Luke chapter 3 verse 2 shall we read. സെഖര്യാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. And the words of the Lord came unto John in the wilderness. വലിയൊരു പദ്ധതിയുമായിട്ടാണ് യോഹന്നാൻ ഭൂമിയിൽ വന്നത്. John came into this world with a great mission. തന്റെ ആഗമനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു. Even the prophets had prophesied about his coming. വളരെ നീതിയോടെ താൻ ജീവിച്ചിരുന്നു. And he lived a righteous life. പക്ഷേ തനിക്ക് തന്റെ ശുശ്രൂഷയെക്കുറിച്ചൊരു അരുളപ്പാടുണ്ടാകണം. But there should be a proclamation concerning his ഈ ministry. അരുളപ്പാട് എവിടെ നിന്ന് ലഭിച്ചു? From where did he get the proclamation? യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് അരുളപ്പാടുണ്ടായി. He received the word at the wilderness. സക്രിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ചാണ് അരുളപ്പാടുണ്ടായത്. The word of God came unto John the son of Zacharias in the wilderness. ദൈവം എന്തിനാണ് നമ്മളെ മരുഭൂമിയിൽ നടത്തുന്നത്? Why is the Lord leading us through the wilderness? നമ്മളിൽ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. There is a great plan concerning us നമ്മുടെ by God. ശുശ്രൂഷയെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. There is a great plan concerning your ministry. പക്ഷേ അതിന്റെ ആഴം അറിയണമെങ്കിൽ, But to know the depth
depth of it, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഴമായ അരുളപ്പാട് ലഭിക്കണമെങ്കിൽ or to get a deeper calling about it, നിശ്ചയമായി നമ്മൾ മരുഭൂമിയിൽ കൂടെ പോയേ ഒക്കത്തുള്ളൂ. truly we have to go through the wilderness. യോഹന്നാന് ദേവാലയത്തിൽ വെച്ചല്ല അരുളപ്പാടുണ്ടായത്. John did not get the word at the temple. അവനൊരു പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ചല്ല അരുളപ്പാടുണ്ടായത്. Neither did he receive it at a place of prayer. അവന്റെ ജീവിതത്തിലെ മരുഭൂമിയിലാണ് അവന് അരുളപ്പാടുണ്ടായത്. He received the word in the wilderness. പ്രിയ ദൈവ പൈതലേ, Dear child of God, ദൈവം എന്തിനാണ് നിന്നെ മരുഭൂമിയിൽ നടത്തുന്നത്? why is the Lord leading you through the wilderness? പലപ്പോഴും നീ വ്യാകുലപ്പെടാറില്ലേ? Many a times don't you be troubled? പലപ്പോഴും നിരാശ നിന്നെ വേട്ടയാടാറില്ലേ? Many a times won't you be haunted by എന്തുകൊണ്ട് disappointment? കർത്താവേ, എന്തുകൊണ്ടെന്ന് നീ ചോദിക്കാറില്ലേ? You would ask, why, oh Lord, why? ഓർമ്മയിൽ നീ വെച്ചുകൊള്ളുവീൻ, Keep it in your mind. ഈ മരുഭൂമിക്കപ്പുറം നിനക്കൊരു കനാന്റെ സ്വസ്ഥതയുണ്ട്. Beyond the wilderness there is a rest of Canaan. ഈ മരുഭൂമിയിൽ നിന്നെക്കുറിച്ച് ദൈവത്തിന് ആഴമായ പദ്ധതികളുണ്ട്. In this wilderness there are great plans ഈ concerning you. മരുഭൂമിയിലാണ് നീ ദൈവത്തിന്റെ കരുതലുകളെ കാണാൻ പോകുന്നത്. In this wilderness you are going to see the caring of the കഴിഞ്ഞ Lord. കാലത്ത് എത്രയോ അത്ഭുതമായിട്ടാണ് ദൈവം നിന്നെ നടത്തിക്കൊണ്ടുവന്നത്. In the former days the Lord had led you wonderfully. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് തന്നില്ലേ? Didn't he fulfill the desires of നിന്റെ your heart? ആദരത്തിലെ യാചനയെ അവൻ കേട്ട് നിന്നെ സഹായിച്ചില്ലേ? Didn't he hear the supplication and fulfill? എല്ലാവരും തള്ളപ്പെട്ടപ്പോൾ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചില്ലേ? When you were despised, didn't he call you by your name? നീ അലഞ്ഞു തിരിയുമ്പോൾ നിന്റെ കണ്ണു തുറന്ന് ആ ജീവന്റെ ഉറവ നിനക്ക് കാണിച്ചു തന്നില്ലേ? When you were wandering, didn't he open your eyes to see the well? നീ പലപ്പോഴും മരുഭൂമിയിൽ യേശുവിനെ പോലെ പരീക്ഷിക്കപ്പെട്ടുവോ? Were you tempted like Jesus in the wilderness? കാട്ടുമൃഗങ്ങൾ നിനക്ക് ചുറ്റുമുണ്ടായിരുന്നുവോ? Were there wild beasts round you? എല്ലാം ദൈവദൂതന്മാരല്ലേ നിന്നെ കരുതിയത്? And in all those times wasn't the angels of the Lord who നിന്റെ ministered? കരത്തിൽ പിടിച്ചിരിക്കുന്നത്. It is the Lord who നീ takes hold ഒരു on your hand. സാധാരണ മനുഷ്യനല്ല. You are not an നീ ordinary man. ദൈവിക പദ്ധതി പ്രകാരം ഭൂമിയിൽ ജനിച്ചവനാണ്. You are born in this world with the plan of God. നിനക്ക് ദൈവത്തിനായി എന്തൊക്കെയോ ചെയ്യുവാനുണ്ട്. And you have certain things to do for the പക്ഷേ Lord. അതിന്റെ ആഴമേറിയ അരുളപ്പാട് നിനക്ക് ലഭിക്കണമെങ്കിൽ But for the deeper proclamation concerning it, നിശ്ചയമായും ദൈവം നിന്നെ മരുഭൂമിയിൽ കൂടെ നടത്തിയേ ഒക്കത്തുള്ളൂ. it is sure that you should be led through the wilderness. സക്കരിയാവിന്റെ മകനായ യോഹന്നാന് John, the son of Zacharias, മരുഭൂമിയിൽ വെച്ച് യഹോവയുടെ അരുളപ്പാടുണ്ടായി. received the word of God in the wilderness. ദൈവത്തിന്റെ അരുളപ്പാട് അവന് ലഭിച്ചത് മരുഭൂമിയിൽ വെച്ചാണ്. He received the word of the Lord in the wilderness. തുടർന്ന് അവൻ കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. And later he even testified the Lord. ആയിരക്കണക്കിന് ആളുകളെ സ്നാനം കഴിപ്പിച്ചു. He baptized thousands of men, അവന്റെ ശുശ്രൂഷ തികച്ച് നിത്യതയിലേക്ക് പോയി. fulfilled his mission and entered to പ്രിയ eternity. ദൈവവൈതലേ, Dear child of ഈ God, മരുഭൂമിയിലാണ് നിനക്ക് ദൈവത്തിന്റെ പദ്ധതിയുടെ ആഴം ഗ്രഹിക്കാൻ കഴിയുന്നത്. it is in this wilderness that you understand the depth of the plan of God. അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ When we go to the next ഈ portion, മരുഭൂമി എന്ന് പറയുന്നത് this wilderness, നമ്മുടെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ്. it is a place where we are being trained. ട്രെയിനിങ് പ്ലേസ് ആണ്. It is a training place, പരിശീലിപ്പിച്ചെടുക്കുന്ന സ്ഥലമാണ്. a place where we are being trained. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the നമുക്ക് Lord. ബൈബിളിൽ അനേക വലിയ മനുഷ്യരെ നമുക്ക് കാണാം. We can see great people in the Bible. ഭൂതലത്തിൽ ഏറ്റവും വലിയൊരു സൗമ്യനായിരുന്നല്ലോ മോശ. Moses was the most meek person in this world. മോശയെ ദൈവം പരിശീലിപ്പിച്ചെടുത്തതാണ്. And he was being trained by the ഒരു Lord. വലിയ ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുൻപ് Before giving him a great ഒരു mission, 40 വർഷത്തോളം മരുഭൂമിയിൽ മോശ ആടുകളെ മേയിച്ച് പരിശീലനം പ്രാപിച്ചിരുന്നു. he was a shepherd in the wilderness for 40 years. പലപ്പോഴും ദൈവം നമ്മളെ പരിശീലിപ്പിച്ചാണ് എടുക്കുന്നത്. Many a time the Lord would train us. ഒരു ദിവസം കൊണ്ട് ഒരു മനുഷ്യൻ ദൈവിക പദ്ധതിയുടെ പൂർണ്ണതയിലെത്തത്തില്ല. One cannot come to the fulfillment of the plan of God in ആ a day. പൂർണ്ണതയിലേക്ക് അവൻ എത്തിച്ചേരണമെങ്കിൽ But to reach that fulfillment, ആ ദൈവിക പദ്ധതി അവനിൽ പൂർണ്ണമായി നിവർത്തിക്കപ്പെടണമെങ്കിൽ for the plan of God to be completely അവൻ fulfilled, മരുഭൂമിയിൽ പരിശീലനത്തിൽ കൂടെ പോയേ ഒക്കത്തുള്ളൂ. he has to go through the wilderness and endure the training. ഭക്തനായ ജോസഫ് 14 വർഷം പരിശീലന കളരിയിലായിരുന്നു. Devout Joseph was there for 14 years in the training field. മോശ 40 വർഷം തന്റെ പരിശീലനത്തിലായിരുന്നു. Moses was trained for 40 years. ദാവീദും ദീർഘവർഷം തന്റെ പരിശീലനത്തിലായിരുന്നു. Even David endured long years of training. ഈ പരിശീലനമാണ് അവരെ വലിയവരാക്കി തീർത്തത്. And this training made them great men. മോശ ജനിക്കുമ്പോൾ ഒരു കൊച്ചു ശിശുവായി അവനെ കണ്ട അമ്മ, And Moses, when he was born, his mother saw him as a small baby. അവനൊരു ദിവ്യ സുന്ദരനാണെന്നാണ് ബൈബിൾ പറഞ്ഞത്. The Bible said that he was extremely beautiful. അവന്റെ അമ്മ നോക്കിയാറേ അവനൊരു ദിവ്യ സുന്ദരനായിരുന്നു. And his mother looked and beheld him beautiful. എന്തായിരുന്നു ആ സൗന്ദര്യം? And what was that beauty? ഏറെക്കുറെ
100 വർഷങ്ങൾക്ക് ശേഷം almost 100 years later, അവന്റെ സഹോദരനായ അഹരോനെയും his brother Aaron അവന്റെ സഹോദരിയായ മിരിയാമിനെയും വിളിച്ച് and his sister Miriam was called, മോശയുടെ ഇടം വലം നിർത്തിയിട്ട് and they stood on the other side, ദൈവം ആ സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞു. and the Lord explained his beauty. മോശ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും വലിയ സൗമ്യനാണ്. Moses is the most meekful person അവൻ in the എന്റെ world, ഭവനത്തിലൊക്കെയും വിശ്വസ്തനാണ്. and he has been faithful in my അവൻ house, മരിക്കുവോളം കണ്ണു മങ്ങിപ്പോകാതെ ജീവിച്ചവനാണ്. and he lived his life without his vision diminished. ആരാണ് അവനെ ഇങ്ങനെ ആക്കിയത്? Who made him to do so? 40 വർഷത്തെ പരിശീലനം. Training of 40 years. 40 വർഷം അവൻ മരുഭൂമിയിൽ പരിശീലിച്ചിരുന്നു. 40 years he was trained in the wilderness. ഇസ്രായേലിനെ കുറിച്ച് മോശ പറയുന്നത്, And Moses says concerning Israel, ആവർത്തന പുസ്തകം 32:11 വായിക്കുമ്പോൾ Deuteronomy chapter 32 verse 11 we അവിടെ read, മോശ പറയുകയാണ്, and there Moses is saying, ഇസ്രായേലേ, ദൈവം നിന്നെ നടത്തിക്കൊള്ളുന്നത് ഓർമ്മയുണ്ടോ? do you remember, O Israel, how the Lord has led you? മരുഭൂമിയിൽ നിന്നെ നടത്തിക്കൊണ്ടുവന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? Do you remember the day that the Lord led you through the wilderness? എങ്ങനെയാണ് നടത്തിയത്? How did the Lord lead you? 32-ാം അധ്യായം 11-ാം വാക്യത്തിൽ വരുമ്പോൾ Chapter 32 verse 11 when we read, അവിടെ പറയുന്നു, it is written, കഴുകൻ കൂടനക്കി as the eagle stirreth up the nest, കുഞ്ഞുങ്ങളുടെ മീതെ പറന്ന് fluttereth over her young, അവരെ സംരക്ഷിക്കും പോലെ and how she take care, ഞാൻ നിന്നെ മരുഭൂമിയിൽ നടത്തിക്കൊണ്ടുവന്നു. so did I lead you through the കഴുകൻ wilderness. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ പറക്ക പരിശീലിപ്പിക്കുന്നത്? How is the eagle training its young ones? അതിന്റെ സുരക്ഷിതമായ കൂട് ഇളക്കിക്കളഞ്ഞാണ്. It will stir up the nest which is a safe place. കഴുകൻ കൂടനക്കി The nest will be stirred, കുഞ്ഞുങ്ങളുടെ മീതെ പറന്ന് fluttereth over the young, അവയെ സംരക്ഷിക്കും പോലെ. and keeps it. കഴുകൻ വളരെ ഉയരത്തിൽ പറക്കും. The eagle will fly high. അവൻ കൊടുങ്കാറ്റിനെതിരെ പറക്കും. It flies against the hurricane. അവനോടൊപ്പം മറ്റു പക്ഷികൾക്കൊന്നും പറന്നെത്താൻ ഒക്കത്തില്ല. No fowls of the air could fly like him. അവൻ അതിവേഗം ഇരയെ വേട്ടയാടും. And very quickly he അവൻ hunts, കൊടുങ്കാറ്റിനെതിരെ പറക്കും. and he flies against the tornado. എന്താണ് അതിന്റെ രഹസ്യം? What is the reason? അവന്റെ പരിശീലനം അത്ര കടുപ്പമേറിയതായിരുന്നു. Because his training was that hard. കൂടനക്കി, The nest was stirred. കൂട് ഇളക്കി, The nest was shuttered, പറപ്പിച്ചാണ് അതിനെ പഠിപ്പിച്ചെടുക്കുന്നത്. and it was made to fly and train. പ്രിയ ദൈവ പൈതലേ, Dear child of God, പലപ്പോഴും നിന്നെ പറക്ക പഠിപ്പിക്കേണ്ടതിന് in order to make you fly, നിന്റെ കൂടനക്കി, your nest was നിന്റെ stirred, മീതെ പറന്ന് നിന്നെ സംരക്ഷിക്കുകയാണ്. and the Lord is flying above you and keeping പലപ്പോഴും you. ദൈവം നിന്നെ മരുഭൂമിയിൽ കൂടെ നടത്തി Many a time you were led in the wilderness, അവന്റെ അത്ഭുതങ്ങളെയും അതിശയങ്ങളെയും നിന്റെ ജീവിതത്തിൽ കാണിക്കുകയാണ്. and He's showing His wonders and miracles in your ആവർത്തന life. പുസ്തകം 32:11 ദയവായി വായിച്ചാൽ Deuteronomy chapter 32 verse 11 shall we read. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് കൂടനക്കി കുഞ്ഞുങ്ങളുടെ മീതെ പറക്കുകയാണ്. The nest is stirred and he fluttereth above the young. കഴുകൻ വളരെ ഉയരത്തിൽ കൂടുകെട്ടും. Eagle puts his nest high, എന്നാൽ ഒരു കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായ ശേഷം but after the eggs are hatched and the eaglets are അവയെ there, പറക്ക പരിശീലിപ്പിക്കും. they have to be trained to fly. ഒഴേക്കും അതിന്റെ സുരക്ഷിതമായ കൂട് അത് കൊത്തി ഇളക്കി കളയും. So its safe place, the nest would be stirred. അങ്ങനെയാണ് പരിശീലിപ്പിച്ചെടുക്കുന്നത്. That's how they are trained. മോശയെ 40 വർഷം പരിശീലിപ്പിച്ചു. Moses was trained for 40 അപ്പോൾ അവൻ years, ഭൂതലത്തിൽ വെച്ച് ഏറ്റവും വലിയ സൗമ്യനായി. and he became the most meekful person in the ദൈവം world. എന്തിനാണ് നിന്നെ മരുഭൂമിയിൽ നടത്തുന്നത്? Why is the Lord leading you in the wilderness? പലപ്പോഴും നിന്നെ പരിശീലിപ്പിച്ച് വലിയ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിക്കാനാണ്. In order to train you and make you appointed of great missions. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 36-ാം വാക്യം വരുമ്പോൾ Acts of Apostles chapter 7 verse 36 when we read, അവിടെ സ്തെഫാനോസ് പറയുന്നൊരു വാക്കുണ്ട്. there is a word said by Stephen over there. വായിച്ച് 7:36. Acts of Apostles chapter 7 verse 36. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തു അവരെ നടത്തിക്കൊണ്ട് അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തു. And he showed wonders and signs. ദൈവം മരുഭൂമിയിൽ അതിശയങ്ങളും അടയാളങ്ങളും ചെയ്താണ് അവരെ നടത്തിയത്. The Lord led them in the wilderness, showing them wonders and signs. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ചെയ്യേണ്ടതിനാണ് ദൈവം മരുഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. So the Lord is bringing you to the wilderness to show His wonders and signs in your life. നാം കഴുകനെ പോലെ ഒരു നാൾ പറന്നുയരേണ്ടതിന് പരിശീലനത്തിനാണ്
എന്തിനാണ് മരുഭൂമിയിൽ കൊണ്ടുവരുന്നത്? We are being brought to the wilderness that we may be trained to fly like an eagle. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ആഴമായ വെളിപ്പാടുകളും അരുളപ്പാടുകളും നിനക്ക് ലഭിക്കേണ്ടതിനാണ് യോഹന്നാനെ പോലെ നിന്നെ മരുഭൂമിയിൽ കൊണ്ടെത്തിക്കുന്നത്. In order to receive high callings and revelations, the Lord is bringing you to the wilderness like ഇനി John. മറ്റൊരു പ്രവാചകൻ പറയുന്നു, Again, another prophet says, പ്രവാചകനായി ഹോശേയാവ് പറയുകയാണ്, Prophet Hosea says, ഞാൻ നിന്നെ വശീകരിച്ച് I will allure you, നിന്നെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് I will bring you to the wilderness, നിന്നോട് ഞാൻ കൃത്യമായി സംസാരിക്കും. and I will speak unto you comfortably. പലപ്പോഴും മരുഭൂമിയിലാണ് നീ ദൈവശബ്ദം കേൾക്കുന്നത്. It's in the wilderness many a time that you hear the voice of the Lord. Shall we read? അതുകൊണ്ട് അവൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് കൃത്യമായി സംസാരിക്കും. മരുഭൂമിയിൽ വെച്ച് കൃത്യമായി സംസാരിക്കുക. And in the wilderness he is speaking unto her comfortably. 2-ാം അധ്യായം 14-ാം വാക്യം. Chapter 2 and verse 14. അവിടെ പ്രവാചകൻ പറയുന്നു, There the prophet says, ഞാൻ നിന്നെ വശീകരിച്ച് I will allure you, മരുഭൂമിയിൽ കൊണ്ടുപോയി bring you into the wilderness, നിന്നോട് കൃത്യമായി സംസാരിക്കും. and speak പ്രിയ comfortably. ദൈവവൈതലേ, Dear child of God, ദൈവശബ്ദം കേൾക്കുന്നത് മരുഭൂമിയിലാണ്. you hear the voice of the Lord in the wilderness. ദൈവത്തിന്റെ കരുതൽ കാണുന്നത് മരുഭൂമിയിലാണ്. You see the caring of the Lord in the wilderness. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നത് മരുഭൂമിയിലാണ്. You receive the calling of the Lord in the wilderness. ദൈവത്തോടുകൂടെ പ്രാർത്ഥിച്ച് ശത്രുവിനോട് പോരാടുന്നത് മരുഭൂമിയിലാണ്. You pray to your Lord and fight against the devil in the നീ wilderness. വലിയൊരു മനുഷ്യനാണ്. You are a great man. നിന്നിലുള്ള ദൈവിക പദ്ധതിയിൽ നീ എത്തേണ്ടതിന് For the great accomplishment in you നിന്നെ to be fulfilled, പരിശീലിപ്പിച്ചെടുക്കുന്നത് മരുഭൂമിയിലാണ്. you are being trained in the wilderness. എന്താണ് ഇവിടെ ഹോശേയാവ് പറഞ്ഞത്? What did Hosea ഞാൻ say? നിന്നെ വശീകരിച്ച് I will allure you, മരുഭൂമിയിൽ കൊണ്ടുപോയി bring you into the wilderness, കൃത്യമായി നിന്നോട് സംസാരിക്കും. and speak comfortably. എന്തിനാണ് കർത്താവേ നീ എന്നെ മരുഭൂമിയിൽ കൊണ്ടുവന്നത്? Oh Lord, why did you bring me to the wilderness? ദൈവത്തിന്റെ പദ്ധതി വളരെ വലുതാണ്. Great is the plan of the ഈ Lord. മരുഭൂമിയിലാണ് നീ ദൈവശബ്ദം കേൾക്കുന്നത്. In this wilderness you hear the voice of God. ഈ ദൈവം നിന്നോട് സംസാരിക്കും. The Lord speaks unto you comfortably. ദൈവത്തിന്റെ കരുതലുകളെ നീ കാണും. You will see the caring of the Lord, ദൈവമാണ് നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. because it is the Lord who has taken hold ഞാൻ of നിനക്ക് you. പ്രത്യാശയുടെ കവാടം തുറന്നു തരാമെന്നാണ് ഹോശേയാവ് പറയുന്നത്. Hosea says that I shall open the doors of hope for you. ഞാൻ നിന്നെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് I will bring you to the നിന്നോട് wilderness. കൃത്യമായി സംസാരിച്ച് I'll speak ഞാൻ comfortably, നിനക്ക് പ്രത്യാശയുടെ കവാടം തുറന്നു തരാം. and I shall open the door of hope. നീ നിരാശപ്പെട്ടിരിക്കുകയാണോ? Are you disappointed? നിനക്ക് ഞാൻ പ്രത്യാശയുടെ കവാടം തുറന്നു തരാം. I shall open the door of hope for അതാണ് you. പൗലോസ് പറഞ്ഞത്. That's what St. Paul said. സഹിഷ്ണുതയും And afflictions shall bring patience, സഹിഷ്ണുത സിദ്ധതയും and patience endurance, സിദ്ധത പ്രത്യാശ ഉളവാക്കി തരും. and endurance brings hope. പ്രത്യാശയുടെ കവാടം തുറന്നു തരും. So the doors of hope shall be opened for you. ദൈവമാണ് നമ്മെ മരുഭൂമിയിൽ കൊണ്ടുവന്നത്. Therefore it is the Lord who has brought you to the